ഹായ്, എൻ്റെ പേര് സലീം എന്നാണ്. ഞാൻ ഒരു പെയിൻറ്റിങ് ജോലിക്കാരനായിരുന്നു. ഞങ്ങൾ 10 മണിക്കത്തെ ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ കോണി കയറി അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് കോണി അടിയിൽ നിന്ന് സ്ലിപ്പായിപ്പോയി. കോണി വന്ന് താഴെ വീണത് എൻ്റെ ഈ വിരലിലായിരുന്നു. ഈ വിരലിങ്ങനെ മുറിഞ്ഞു പോയി. അങ്ങനെ മുറിഞ്ഞു പോയി ഞാനും എൻ്റെ സുഹൃത്തും സ്കൂട്ടിമേൽ ഞങ്ങൾ ഒതുക്കെങ്കിലൊരു ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ പോയി. അവിടുന്ന് ഡോക്ടർ എൻ്റെ ഈ വിരൽ കണ്ടിട്ട് പറഞ്ഞ്, എടാ ഇവിടെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നേരെ അൽമാസിക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് നേരെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ വന്നു. ഓട്ടോറിക്ഷക്കാരൻ കൂട്ടിക്കൊണ്ട് വന്ന് അവിടെ ഇങ്ങനെ ഞാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ വിരലിങ്ങനെ പൊന്തിച്ച് പിടിച്ച് കിടക്കൊണ്ടിരിക്കുകയാണ് സമയത്ത് നമ്മുടെ ഒരു ലേഡി ഡോക്ടർ വന്ന് എന്നോട് ഇങ്ങനെ ഞാൻ അപ്പം വിചാരിച്ചത് ഈ വിരൽ മുറിച്ച് കളഞ്ഞിട്ട് അതുകൊണ്ട് തുന്നിച്ചേർത്താൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ആ ഡോക്ടറാണ് എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഈ വിരലിൻ്റെ അഗ്രഭാഗം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സാധനം എടുക്കാനോ പിടിക്കാനോ വെക്കാനോ ഒക്കെ ബുദ്ധിമുട്ട് വരും, അതിനേക്കാളൊക്കെ നല്ലത് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇങ്ങനെ പറഞ്ഞു തന്നു. അങ്ങനെ അന്ന് സൺഡേ എന്ന് എനിക്കറിയില്ല, ഇവിടുത്തെ ഏതാണ് ഡോക്ടർമാരുടെ പേര് പോലും അറിയില്ല എനിക്ക്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് എന്നോട് സംസാരിച്ച് ഇങ്ങനെ. അപ്പോൾ ആ ഡോക്ടറുടെ പേര് നജീബ് മുഹമ്മദ് എന്നാണ്. ഡോക്ടർ നജീബ് മുഹമ്മദാണ് വന്ന് കണ്ട് സംസാരിച്ച്. അങ്ങനെ എന്നോടിപ്പോൾ ഡോക്ടർ അപ്പോൾ ഒരു കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ഡോക്ടർ പോയിട്ട് അങ്ങനെ വന്ന് ഡോക്ടർ നജീബ് മുഹമ്മദ് തന്നെ ഏകദേശം ഒരു 2-2.15 ആയപ്പോൾ എന്നെ തിയേറ്ററിൽ കയറ്റി. ഓപ്പറേഷൻ കയറ്റി എൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഇവിടെ തരിപ്പിച്ച് എല്ലാം റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഞാനും ഡോക്ടറും സംസാരിച്ചുകൊണ്ടാണ് ഈ സംഭവം നടന്നത്. ഏകദേശം ഇതിൻ്റെ ഒരു 3/4 ഭാഗം വരെ ഞാനും ഡോക്ടറും നല്ല രീതിയിൽ സംസാരിക്കുകയും ഇതിനെ പ്ലാസ്റ്റിക് സർജറി ചെയ്യുകയും ചെയ്തു. ഏകദേശം ലാസ്റ്റ് മൂമെൻറ്റ് വന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ കാണണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കണ്ണ് മൂടി വെച്ചു. അതുവരെ ഞാൻ ഈ സംഭവങ്ങൾ ഫുള്ള് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, കത്രിക വാങ്ങുന്നതും സൂചി വെക്കുന്നതും തുന്നുന്നതും സിസ്റ്റേഴ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതും എല്ലാം ലൈവായിട്ട് ഞാൻ കണ്ട് കിടക്കുന്ന. ഞാൻ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണ് എൻ്റെ ഈ കൈയുടെ ഫുള്ള് പരിപാടി ഏകദേശം 99% ഞാൻ എൻ്റെ ലൈവായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. ആ സമയം കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെ വാർഡിലേക്ക് മാറ്റി. അങ്ങനെ ഓപ്പറേഷൻ അന്ന് ചെയ്തു. അന്ന് രാത്രി ഒരു 8-8:30 ആയപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ എനിക്ക് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കെട്ട് ഒഴിവാക്കിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഈ സാധനം തുന്നിച്ചേർത്ത് വെച്ചതാണ് മെച്ചാൽ. ഈ വിരൽ മുറിച്ച് കളഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസ്സിലെ പ്രിൻറ്റിങ് പണിയാണ്. പ്രിൻറ്റിങ്ങിന് എനിക്കൊരു പേപ്പർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വിരൽ എനിക്ക് വളരെ അത്യന്താപേക്ഷിതമായൊരു ഭാഗമാണ് ഈ വിരൽ. ഇപ്പോഴാണ് ഞാൻ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. ഈ വിരലിൻ്റെ ഈ അഗ്രഭാഗം ഇല്ലായിരുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു എൻ്റെ അവസ്ഥയെന്ന് എനിക്കിപ്പോഴാണ് അത് മനസ്സിലായത്. ഏതായാലും നജീബ് ഡോക്ടറോടും ഈ സ്ഥാപനത്തിൻ്റെ ഉള്ള എല്ലാ പ്രവർത്തകരോടും എസ്പെഷ്യലി നേഴ്സുമാരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്.